നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2029 കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന PC ജോർജ്. അന്ന് കെജ്രിവാളിന്റെ അവസ്ഥയായിരിക്കും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉണ്ടാവുകയെന്നും PC ജോർജ് തുറന്നടിച്ചു. 2029 കേരളത്തിൽ BJP സർക്കാർ രൂപീകരിക്കും. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഭരണ തുടർച്ചയായി ലഭിക്കുന്നത്. കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും മാറി നിൽക്കാനാകില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ നരേന്ദ്രമോദിയുടെ വികസനങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി ഭരണം നടത്തും. അരവിന്ദ് കെജ്രിവാളിന് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ലഭിച്ചത്. ഇതേ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാവുകയെന്നും PC ജോർജ് വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാൾ അകത്തായപ്പോൾ ഏറ്റവും വലിയ നെഞ്ചെടുപ്പുണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കളവും പിടിച്ചുപറിയുമായി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നെങ്കിലും അകത്താകുമെന്ന്. 7 തവണ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാതിരുന്നപ്പോൾ അനിവാര്യമായ അറസ്റ്റ് ഉണ്ടായി. അല്ലാതെ അറസ്റ്റ് ചെയ്യാതെ പിടിച്ച് ഉമ്മ വയ്ക്കണമായിരുന്നോ എന്നും PC ജോർജ് ചോദിച്ചു. കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത്? തെറ്റ് കെജ്രിവാളിന്റെ ഭാഗത്താണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടാതിരുന്നതെന്നും PC ജോർജ് വ്യക്തമാക്കി. എന്തിനാണ് കെജ്രിവാൾ മദ്യനയം തിരുത്തിയത്? അതിന് ഉള്ള തക്കതായ ശിക്ഷ കെജ്രിവാളിന് ലഭിച്ചിട്ടുണ്ട്. 2029 കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും. ഇത് കേവലം വിടുവായത്രമല്ല, ഇത് നടക്കാൻ പോകുന്ന കാര്യമാണെന്നും നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്നുവെങ്കിലും പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസ് അതിനെ അനുകൂലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ അഴിമതി കേസ്, ഏറ്റവും ഒടുവിലായി മാസപ്പടി കേസ് തുടങ്ങിയ നിരവധി തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനും അന്വേഷണം നേരിടുന്ന ആളുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്താൽ അതിനെ കോൺഗ്രസ് എതിർക്കില്ല, സ്വാഗതം ചെയ്യുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ എടുത്ത ഒരു കേസും നടപടിയുമാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ED ഒരു നടപടിയെടുത്താൽ അത് വൈരാഗ്യ ബുദ്ധിയോടെയല്ല, മറിച്ച് അതിന് പിന്നിൽ സത്യസന്ധമായ അന്വേഷണമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കും. പല കേസുകളിലും ED ചോദ്യം ചെയ്യലിന്റെ വക്കിൽ വരെ എത്തിയതാണ്. എന്നിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിനു പിന്നിൽ BJPയും CPMും തമ്മിലുള്ള രഹസ്യ ബന്ധമാണ്. കേരളത്തിലെ CPMന് കേന്ദ്രത്തിലെ BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ടെന്നും VD സതീശൻ ആരോപണം ഉന്നയിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ വലിയൊരു സന്ദേശമാണ് BJP നൽകുന്നത്. രാഷ്ട്രീയ എതിരാളികൾ BJPക്കെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ അവരെ ഇത്തരത്തിൽ തേജോവധം ചെയ്യും. അത്തരത്തിൽ അവരെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ BJP ആരും എതിർക്കരുതെന്ന ഒരു സന്ദേശം തന്നെയാണ് BJP നേതൃത്വം, കേന്ദ്ര സർക്കാർ ഈ അറസ്റ്റിലൂടെ നൽകുന്നതെന്ന വിശദീകരണമാണ് VD സതീശൻ നൽകിയിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ താരതമ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ VD സതീശൻ പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതൃനിര ഒന്നാകെ അതിൽ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അതിൽ വലിയ ആശങ്കയുണ്ടെന്നവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇടത് വലത് ഭേദമന്യേ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്താൽ അതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുമെന്ന VD സതീശന്റെ പ്രസ്താവന വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാൻ തക്ക അഴിമതിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ED അറസ്റ്റ് വലിയ ആശങ്കയാണ് പലയിടങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ മാസപ്പടി വിവാദത്തിൽ
വലിയ അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും മറ്റും നേരിടുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വലിയ ആക്ഷേപങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി വിജിലൻസ് കോടതിയുടെ പരിഗണനയിലാണ്. 27-ാം തീയതി വിജിലൻസ് കോടതി പരിഗണിക്കും. അതുകൂടാതെ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളുടെ കേസുകൾ നടക്കുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഗുരുതരമായ കുറ്റാരോപണങ്ങളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തി യാതൊരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റി. ഇത് മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനത്താലാണ് ഇത്തരത്തിൽ കോടികളുടെ മാസപ്പടി കൈപ്പറ്റിയതെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള അറസ്റ്റിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചുവെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ അതിന് ഇരയും നീട്ടി സ്വീകരിക്കുമെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ അന്വേഷണവുമായി മുന്നോട്ട് പോകാനോ ED എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം ശരവേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണ സംഘം തന്നെ തെളിവുകളുണ്ടെന്ന് നിരവധി തവണ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത്? ലാവ്ലിൻ കേസ് അടക്കം 40-ലധികം തവണ മാറ്റിവെച്ചതിന് പിന്നിലുള്ള കളി എന്താണ്? ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ആശങ്കയുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് കേരളത്തിലെ CPM. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ കടുപ്പിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ദേശീയ അന്വേഷണ ഏജൻസികളും. EDക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൈമാറാനുള്ള നീക്കവും നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ വിജയനെതിരെയുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ CPMനെ ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലാക്കുന്നത്.